ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ അതിനധികം ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ചതിന് ശേഷം ആ സംഭവങ്ങൾ എലിമിനേറ്റ് ചെയ്യാം. അതായത് ഈ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എനിക്കിഷ്ടമല്ല എന്നുള്ള കാര്യങ്ങളാണെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ എലിമിനേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അതായത് വാട്ട് ടു ഡു എന്നുള്ളൊരു കാര്യം ക്ലിയറായി വരും. അതായത് ഫോർ എക്സാമ്പിൾ, ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നിങ്ങളൊരു ഗിയർഡ് വെഹിക്കിൾ, അതായത് ഒരു ബൈക്കോ കാറോ ഓടിക്കാൻ പഠിക്കുകയാണെന്ന് നിൽക്കുക. അപ്പോൾ ആദ്യം പറയുന്ന കാര്യം എന്താണ്? ഈ ക്ലച്ച് സഡനായിട്ട് റിലീസ് ചെയ്യരുത് എന്നുള്ളതാണ്. കാരണം ക്ലച്ച് പെട്ടെന്ന് വിട്ട് കഴിഞ്ഞാൽ വണ്ടി ചാടും, നമ്മുടെ കൺട്രോൾ പോവും, വണ്ടി ഓഫ് ആവും, അങ്ങനെ പലതരം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ക്ലച്ച് സഡനായിട്ട് റിലീസ് ചെയ്യരുത് എന്നാണ് അവർ ആദ്യം പറയുക, അല്ലേ? അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ, ബാക്കി ആക്സിലേറ്റർ കൊടുക്കുക, ബ്രേക്ക് പിടിക്കുക, ഗിയർ മാറ്റുക, ആ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും. പക്ഷേ ഈ ഒരു സംഭവം, ഈ ക്ലച്ച് പെട്ടെന്ന് വിടാൻ പാടില്ല എന്നുള്ളൊരു ആ ഒരു റൂള് നിങ്ങളത് ഫസ്റ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ വേറെയുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് എന്തൊരു കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിലും, എന്ത് ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക. അതായിരിക്കും കുറച്ചുകൂടി ഈസി. കാരണം എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് പോസിബിലിറ്റീസ് ഒരുപാടുണ്ട്. ഇപ്പോൾ ഒരു റേഷ്യോ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൊരു 1000 ഐറ്റംസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ചിലപ്പോൾ ഒരു 50 or 100 ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ എന്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ വഴിയിൽ തനിയെ വന്നോളൂ.